കൃപയിലെ നിങ്ങൾ കൃപ എങ്ങനെ തിരിച്ചറിയും? ഈ കൃപ ആദ്യത്തെ സ്ത്രീകളൊന്നും അറിയരുത്, എല്ലാം ഒന്നാന്ന് ഞാൻ. പല കൃപകളുണ്ട്. 1 കൊരിന്തോസ് 12:27-28 വാക്യത്തില് പല കൃപകളുണ്ട്. ശരീരം ഒന്നാണെങ്കിലും അവയവങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ചിലത് 2 തിമോത്തിയും 2 1:17 വായിച്ചല്ലേ. ഈ ഭക്തരഹിതരുടെ സംസാരം ശരീരത്തെ കാർന്നു തിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. അതായത് ഭക്തരഹിതർ എന്ന് പറഞ്ഞാല് വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാൻ പറയുന്നു. ഒരാളോട് പോണ വഴിക്ക് വഴിയിൽ നിന്നും സംസാരിച്ചാൽ മതി, കൃപ നഷ്ടപ്പെടാൻ. നമ്മുടെ കൃപയ്ക്ക് കുഴപ്പം വരും കേട്ടോ. ഇത് അനേക രഹസ്യങ്ങളുണ്ട്. എന്തിനാണ് സെന്റ് ജോൺ പറഞ്ഞത്? 2 യോഹന്നാൻ 6:11 വനത്തില് ഭവനത്തിൽ വന്ന കസരയിട്ട് കൊടുക്കുന്നത് അവന്റെ വർത്തമാനം മുഴുവൻ നിങ്ങൾ കേൾക്കും. ഈ അരിവ് പിടിക്കുന്ന നിങ്ങളാ. ഈ 10:4 കൈ കാണിക്കാൻ പാടില്ല. എന്താ കർത്താവ് പറഞ്ഞത്? അവനെ കൈ കാണിച്ചു നടക്കാൻ. ആ കൈ കാണിച്ചാൽ നിങ്ങൾ അഭിവാദനം ചെയ്താൽ അവൻ നിങ്ങൾ അറ്റാക്ക് ചെയ്യും. അരുവി ഈ അരുവിയുടെ കൃപകളൊക്കെ അറിയുമ്പോഴേ അതെല്ലാം അറിയുള്ളൂ. അതുകൊണ്ട് ആദ്യം 1 കൊല്ലം പറഞ്ഞതൊന്നും മനസ്സിലായില്ല. 2 കൊല്ലം കഴിഞ്ഞ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് 37, 30 തൊട്ട് 35 ഉള്ളവനാണ്. ആദ്യം ഉള്ളത് ഭക്ഷിച്ചിരിക്കാൻ 1000 കൊല്ലം, 2ാമത്തെ കൊല്ലം കിട്ടണം ഭക്ഷിച്ചിരിക്കാൻ, 3ാമത്തെ കൊല്ലം വിതക്കാൻ, 4ാമത്തെ കൊല്ലം കൊയ്യാൻ. ആദ്യം തന്നെ ഇതെല്ലാം പറഞ്ഞാല് വല്ലതും മനസ്സിലാവുക ഇല്ല. ഞാൻ 2 തെസ്സലോനിക്കർ 2:1 ഊതിയപ്പോൾ താഴെ പോയി. ഉടനെ ബുദ്ധിയിൽ കണ്ട്. ഇതൊക്കെ കൃപകളാണ്. കാരണം നിങ്ങളുടെ ആത്മാവ് വളരാത്ത ആത്മാവാണ്. അതെങ്ങനെ ഇതറിയാൻ സാധിക്കും? പ്രാർത്ഥനക്കാരിൽ മറ്റൊന്നും കയറിയിരിക്കുമെന്ന് അറിയാമോ? പ്രാർത്ഥനക്കാരൻ പറയാൻ പാപം ചെയ്താല് അല്ലേ അതിന് പരിഹാരം ഉള്ളതെന്ന് പറഞ്ഞ് വീണ്ടും പാപം ചെയ്യും. ഒക്കെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ അറിയുള്ളൂ ഈ അരുവികളുടെ വ്യത്യാസം. അനേക അരുവികളുണ്ട് ലോകത്തില്. 1 യോഹന്നാൻ 4 1 തൊട്ട് 3 വരെയുള്ള പോയാണ്. ഈ അരുവി അതിനെ നമുക്ക് നല്ല ശുദ്ധ മനസ്സാക്ഷി വരണം. 1 തിമോത്തി വായിക്കാമോ? 1-ാം അധ്യായം 3 കൊണ്ടൊന്ന് വായിച്ചത്. മാതാവിന്റെ ചെന്ന് ആരെ കാണാനാണ് പോയത്? ഞാൻ മക്കെദോനിയയിലേക്ക് പോയപ്പോൾ വായിച്ചു നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ താമസിക്കുക. വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത്. ചിലരെ ശാസിക്കണം. വ്യാജ പ്രബോധനം, അതുപോലെ തന്നെ അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ ചെലുത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത്. ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിന്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിനെ ഉപകരിക്കുകയുള്ളൂ. സംശയം ഉണ്ടാക്കിയിടുവര്. പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസ്സാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ചില ആളുകൾ ഇവയിൽ നിന്ന് വ്യതിചലിച്ച് അർത്ഥശൂന്യമായ ചർച്ചകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നിയമപ്രബോധകരാകണമെന്നാണ് അവരുടെ മോഹം. എന്നാൽ അവർ എന്താണ് പറയുന്നതെന്നോ ഏത് തത്വങ്ങളാണ് സ്ഥാപിക്കുന്നതെന്നോ അവർക്ക് തന്നെ അറിവില്ല. ഈ അവസ്ഥയിലാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ തർക്കം എല്ലാം ഉണ്ടാക്കുന്നതെന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറയുന്നത്. 2 തിമോത്തി 2 14 മുതൽ 22 വരെയുള്ള വചനം വായിച്ചിട്ടുണ്ട്. അവരെ അനുസ്മരിപ്പിക്കുക. വാക്കുകളെ ചൊല്ലി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ അവരെ ദൈവസന്നിധിയിൽ ഉപദേശിക്കുക. ഇത്തരം തർക്കങ്ങൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല, ശ്രോതാക്കളെ നശിപ്പിക്കുകയുള്ളൂ. സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക. ഈ ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക. ഇത് വരുമ്പോ നിങ്ങളുടെ കൃപ താഴെ പോകും. ആത്മാവിന്റെ കേട്ടോ ഉള്ള സിനിമാ നടിയുടെ സിനിമാന്റെ പണക്കാരന്റെ അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആത്മാവിനെ നിർവീര്യമാക്കിയാണ് കേട്ടോ. അതാണ് എപ്പോസസ് 5:3-5 വനത്തില് ചാപല്യം, ഭാഷണം. ഇതാണ് ഈ നാക്കിനെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത്. യാക്കോബ് 3:2 നാക്കിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചു കഴിഞ്ഞു. ഇത് ഓൺലൈൻ പ്രോസസ്സാണ്. ഇന്ന് ഞാൻ നാക്കിനെ നിയന്ത്രിച്ചിട്ട് നാളെ ഇരട്ടി പറഞ്ഞാലാ കേട്ടോ. അതുകൊണ്ട് ഇത് ഓൺലൈൻ പ്രോസസ്സാണ്.
ഇതിനാണ് ഈ 1335 ദിവസം എന്നൊക്കെ ദാനിയേൽ 12:12. ദാനിയേൽ 1335 ദിവസം വിശുദ്ധി പാലിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് മത്തായി 5:8. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. അവൻ ആരെ കാണും? ദൈവത്തെ കാണും. ദൈവത്തെ കാണും. അല്ല, വചനം നിങ്ങൾ വരുമ്പോ ആര് വന്ന് വസിക്കും? പോയിട്ടൊരു കാര്യം ചെയ്യണം. യോഹന്നാൻ 15-ാം അധ്യായത്തില് 1-27 വരം വെച്ചിട്ടൊന്ന് ധ്യാനിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിയുമല്ലോ. വചനം വെച്ച് ധ്യാനിക്കുമ്പോഴാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്. അത് പകലിന് ധ്യാനിക്കരുത്, രാത്രി പറഞ്ഞറിയാലോ. പറയുന്നത് 1 മണി തൊട്ട് 2 മണി വരെ, അല്ലെങ്കിൽ 2 തൊട്ട് 3 മണി വരെ ഇരുന്ന സമയത്തിരുന്ന് ധ്യാനിക്കണം. ആ സമയത്ത് ഭയങ്കര ആത്മാവിലായിരിക്കും. കാരണം തീഷ്ണത ഉണ്ടാകണം. ഉറക്കത്തിൽ നിന്ന് പിന്നെ കിടന്ന് ഉറങ്ങിയിട്ടല്ല, ചാടി എന്നേക്കണം. ലൂക്കാ 16:16 ഇട്ടിച്ചു കയറണം. എനിക്ക് അതാണ് ഇതാണ് രോഗമാണ്, ശ്വാസം മുട്ടലാണ്, തലവേദനയാണ്, ഡയബറ്റീസ് ആണ്, ബ്ലഡ് പ്രഷർ ആണ്, ഇതൊന്നും പറഞ്ഞ അണക്കിലെ കർത്താവെന്നും വരും. ആ സമയത്ത് ചെയ്യുമ്പോഴാണ് ദൈവം ദാനം തരുന്നത്. കർത്താവ് എവിടെയാ നോക്കണത്? അറിഞ്ഞിരിക്കുക, ഹൃദയം മാത്രമേ ഉള്ളൂ. എവിടെയാ വരുന്നത്? ഒരുപാട് 2:23 ഹൃദയം പരിശോധിക്കുന്നവനാണ് ദൈവം. നിന്റെ സൗന്ദര്യമല്ല, നിന്റെ ഉയരമല്ല, സ്വത്തല്ല, ഒന്നല്ല. 16:7 കുറെ വചനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ കേട്ടോ. ഞാൻ പറയുമ്പോ ഇടയ്ക്കപ്പം പറഞ്ഞോളണം. വളർച്ചയാണ് നിങ്ങളെ കാണിക്കുന്നത്. അത് ഈ കൃപ നിങ്ങളിലോട്ട് പകർന്നു വരുന്നുണ്ടാവും. 2 കൊറിന്തോസ് 8 12-15 വനത്തില് ഈക്വലൈസ് ചെയ്ത്. അതുകൊണ്ടാണ് എനിക്ക് തന്ന എല്ലാവരും നിങ്ങൾക്ക് തരണമെന്നുള്ളതാണ്. മത്തായി 10:8 ഈ ദാനം നിങ്ങൾ ആയിരക്കണക്കിന് ആത്മാക്കളെ പഠിക്കണം, കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ കൂടിയിരിക്കാനുള്ളതല്ല. ആയിരക്കണക്കിന് ആത്മാവിനെ ഈശ്വരനോട്ട് കൊണ്ടുവരണം. നിങ്ങൾ ആരാണ് ശരിക്കും? അത് യുദ്ധത്തിന് പോണേ സോൾജേഴ്സ്. അതെവിടെ? 2 തിമോത്തി 2:1-3 സോൾജേഴ്സ്, ഹോൾ ഓഫ് സോൾജേഴ്സ്. അത് കൂടാതെ മത്സ്യപിടുത്തക്കാരാണ്. അറിയാൻ പാടില്ല. ലൂക്കാ 5:1-10 വനത്തില് അതൊന്ന് വായിക്കുക. 1 വരെ ആരെ മനസ്സിലാക്കിയത്? അല്ല, ഈശോ ആരുടെ മനസ്സിലാക്കിയത്? പത്രോസിന്റെ. എന്തുകൊണ്ടാണ് പത്രോസിന്റെ വഞ്ചയെ കയറി? ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ജനസ്ഥലത്ത് തടാകത്തിന് തീരെ നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടൊത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. ആദ്യം പഠിപ്പിക്കാൻ വചനം കൊടുത്തു. പിന്നെ സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഈ വചനം കേട്ട് കഴിഞ്ഞാൽ ആഴത്തിലോട്ട് പോകേണ്ടത്. മീൻ പിടിക്കാൻ വലയിറക്കുക. വല ഇറക്കണ വല ഇടുന്ന പരിപാടി അറിയണം. വല കെട്ടാൻ അറിയണം. എവിടെ കൊണ്ട് ഇടാനെന്ന് അറിയണം. കണ്ണി കെട്ടാൻ അറിയണം. അത് വീശാൻ അറിയണം. അത് പിടിക്കാൻ അറിയണം. മീൻ കിട്ടിയാൽ വലിച്ച കരയെ കെട്ടണം. പലതരമാണ്. കറുപ്പും കൂലി ബ്രാലിനെ പിടിച്ചാൽ കിട്ടും. പിടിക്കേണ്ട സ്ഥലത്ത് പിടിക്കണം. ഇതാണ് കൗൺസിലിംഗ്. അല്ലെ, കൗൺസിലിംഗ് കോഴ്സ് പഠിക്കണമെന്നാല് മാനസാന്തരമല്ല. നിങ്ങൾ തന്നെ വിചാരിച്ചു കോഴ്സ് കയറണം തന്നെ ആദ്യം. ഇതുകൊണ്ടാണ് പൗലോസ് പറയണ 1 കൊറിന്തോസ് 9:27 നിങ്ങളെ തന്നെ ശുശ്രൂഷിക്കാനായിട്ട്. അപ്പൊ വലയിടുന്നവൻ എല്ലാം അറിഞ്ഞിരിക്കണം. കണ്ടോ? അതിന്റെ എന്താ പറയുക? നീ മീൻ പിടിക്കാൻ അല്ലേ? നീ വായിരുന്നത് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. സ്വന്തം കിടന്ന് അധ്വാനിച്ച വല്ലതും കിട്ടുമോ? ഇല്ല. പിന്നെ ആര് വരണം? ഈശോ ഇല്ലാത്ത പരിപാടിയാണ് ബുദ്ധി. ബുദ്ധിയിലെ കളിക്ക് ഈശോ ഉണ്ടാവും? ഉണ്ടാകില്ല. കൃപ വന്നാലോ? കൃപ ആരാണ്? ഈശോ. യോഹന്നാൻ സുവിശേഷം 1:14-17 വേണം. അപ്പൊ ആ കൃപ നിങ്ങളോട്ട് വരുവായില്ലേ? വരും. വചനം വരുമ്പോ യോഹന്നാൻ 10:24. അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചോന്ന് കരയൊക്കെ ചെയ്യും വചനം വരുമ്പോ. വാചനം ഇല്ലെങ്കിലോ നിങ്ങളെടുത്തത് ദൂരം അറിയോ? അതുകൊണ്ടാണ് സ്വഭാവയുടെ പുത്രന്മാര്. അപ്പോസ്തല പ്രവർത്തനങ്ങള് 19:12-22 വേണം.
അതുകൊണ്ടാണ് ഒച്ചടി പിശാചിലെന്ന് പറയുന്നത് തീർന്നത്. ആ പ്രശ്നം എന്താ? പിശാചില്ലെങ്കിൽ ലോകം മുഴുവൻ തകർന്നു പോകുന്നില്ല. അവനെ തകർക്കാനാണ് ഈശോ വന്നതെന്ന് അവർ പറയുന്നില്ല. അതിലൂടെ കൃപയില്ലവർക്ക്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. ലൂക്കാ 8:11-12 വാനത്തില് അത് പാപമാണ്, ദൈവത്തിനെതിരായി ഉള്ള പ്രവർത്തനമാണ്. പിശാചില്ലെന്ന് പറയുന്നത് പാപമാണ്. ശരി, പരിശുദ്ധാത്മയ്ക്ക് എതിരായിട്ടാണ്, ദൈവത്തെ തകർക്കാനായിട്ടാണ് ഇല്ലെന്ന് പറയുന്നത്.